യേശുക്രിസ്തുവിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ചെറിയ ഷോർട്ട് മെസ്സേജുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ലക്ഷുര ടി വിക്കുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളെ വായിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നമ്മൾ വായിച്ചിങ്ങനെ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ദൈവം പ്രകാശമാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഇരുട്ടുള്ള മുറിയിൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് ഓൺ ആകുമ്പോൾ ഇരുളിനോട് മാറിപ്പോകാൻ പറയണ്ട, ഓൾറെഡി അവിടെ ഇല്ലാതെ കഴിച്ചു. അതുപോലാണ് നിൻ്റെ ലൈഫിൽ ഇതുവരെ ഇരുൾ പിടിച്ചു കിടന്ന ലൈഫായിരിക്കാം. ഒരു മൂവും ഉണ്ടായിരിക്കത്തില്ല, ഒരു സാധ്യതയും കാണാതില്ലായിരിക്കുന്ന ടൈമിലായിരിക്കും നീ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇതൊരു മുഖാന്തരമായെന്ന് വരാം. ഈ കേൾക്കുന്ന മെസ്സേജ് നിൻ്റെ ലൈഫിൽ ഒരു മുഖാന്തരമായെന്ന് വരാം. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ വെളിച്ചത്തെ നീ സ്വീകരിച്ചു. ഇതിനെ പറയാം, നീ എഴുന്നേൽക്കുക. ഫസ്റ്റ് നീ എഴുന്നേൽക്കുക, ഈ പ്രകാശത്തെ നീ സ്വീകരിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നത്. അപ്പം നിനക്കുള്ളതായി വെളിച്ചം. ഹല്ലേലൂയ. ഇരുൾ പിടിച്ചിരിക്കുന്ന ജീവിതമാണോ? ഹല്ലേലൂയ. ഇതുവരെ എനിക്ക് കരകയറാൻ സാധിച്ചിട്ടില്ലേ? ഇതുവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്യാൻ ഒക്കുന്നില്ലേ? നിനക്ക് ഓടാൻ സാധിക്കുന്നില്ലേ? നിൻ്റെ ലൈഫിനൊക്കെ ഞാൻ പറയുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇത് നിൻ്റെ ടൈമാണ്. നീയാ നിൻ്റെ ലൈഫിനെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യാദൃശ്ചികമായിട്ട് നിങ്ങൾ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ ഓടി മാറരുത്. നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കണമേ. ഹല്ലേലൂയ. ഈ മെസ്സേജിന് നിൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഈ മെസ്സേജിന് നിൻ്റെ ലൈഫിനെ മാറ്റുവാൻ കഴിയും. ഞാൻ പറയുന്നത് കൊണ്ടല്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവം, അവൻ ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് നിൻ്റെ ലൈഫിനെ അവന് ചേഞ്ച് ചെയ്യാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയാം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. ദൈവം പറയും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച് എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ ഇത് പറയാം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം ലോകത്തിൻ്റെ വെളിച്ചമാണ് നിൻ്റെ കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നീ യേശു കർത്താവിനെ അറിയുമ്പോൾ, യേശു കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ, നീ അവൻ്റെ മകളായി മാറുമ്പോൾ നടക്കുന്ന കാര്യങ്ങളായത്. നീ അറിയാതെ ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നീ ലോകത്തിൻ്റെ വെളിച്ചത്തെയാണ് കൈക്കൊണ്ടത്. നീ ഒരു വ്യക്തിയല്ല, നീ ലോകത്തിൻ്റെ വെളിച്ചത്തെ നീ കൈക്കൊണ്ടത്. ഹല്ലേലൂയ. വെളിച്ചം നിൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഇരുട്ട് പൂർണ്ണമായും മാറിയിരിക്കണം. വെളിച്ചം നിൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇരുട്ടിനവിടെ സ്ഥാനമേ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിൻ്റെ കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വെളിച്ചം വെച്ചിട്ട് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. കാരണം ലോകത്തിൻ്റെ വെളിച്ചം നിൻ്റെ കൂടെ ഇരിക്കുക. ഈ വെളിച്ചം നിനക്ക് ഉള്ളിടത്തോളം കാലം നീ നേർവഴിക്ക് യാത്ര ചെയ്യത്തുള്ളൂ. ഈ ലോകത്തിൻ്റെ വെളിച്ചം നിൻ്റെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് റോങ് റൂട്ടിൽ കയറുവാനൊക്കത്തില്ല. ഇതുവരെ നീ അങ്ങനെ ആയിരിക്കും സഞ്ചരിച്ച്, ഇതുവരെ നീ അങ്ങനെ ആയിരിക്കും ഓടിയത്. പക്ഷേ ഇന്നുകൊണ്ട് നിൻ്റെ ലൈഫ് നീ പറയാം, ലോകത്തിൻ്റെ വെളിച്ചം അതെൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. വെളിച്ചം കൊണ്ടേ അവിടെ വേറെ പ്രകാശത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇരുട്ടിൽ നടക്കുന്നതിനാണ് വെളിച്ചത്തിൻ്റെ ആവശ്യം. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ ഒക്കുമോ? എവിടെയെങ്കിലും ബ്ലോക്കായി നിൽപ്പുണ്ടോ? എവിടെയെങ്കിലും അടഞ്ഞു പോയ ജീവിതമാണോ? ഇതുവരെ എഴുന്നേൽക്കാൻ പറ്റാത്ത ലൈഫിലാണോ നീ നിൽക്കുന്നത്? ഇല്ല, കടഭാരം എന്നെ മൂടി നിൽക്കുകയാണ്. ഏതെങ്കിലും വിഷയത്തിൽ, ഏതെങ്കിലും പ്രതിസന്ധിക്കകത്താണോ നീ നിൽക്കുന്നത്? ചിന്തിക്കുക. നിനക്കതിൽ നിന്ന് കയറി കയറാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. യേശുവിനെ നീ ഒന്ന് വിശ്വസിക്കുക, അവനെ ഒന്ന് കൈക്കൊള്ളുക. ഈ ലോകത്തിൻ്റെ വെളിച്ചത്തെ നീ ഒന്ന് കൈക്കൊള്ളുക. നിൻ്റെ ലൈഫ് അതോടെ മാറുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഈ മീറ്റിങ്ങിൽ ആശ്വാദം പറയുന്നതിന് മുമ്പ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ വെളിച്ചം വന്നാൽ ഇരുട്ടിനവിടെ സ്ഥാനമില്ലെന്നാണ്. അപ്പം യേശു കർത്താവ് എന്ന വെളിച്ചം നിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ, നീ ഒരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ, അല്ല നീ നിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അവിടെ ഒരു ഇരുളിനും അവിടെ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ഈ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന നാം ചെയ്യുമ്പം എന്നിൽ നിന്ന് വലിയ പ്രകാശം പുറത്ത് വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു വെളിപ്പാടാണ്. ലോകത്തിൻ്റെ വെളിച്ചം നിൻ്റെ ഉള്ളിൽ, ആ വെളിപ്പാടുമായിട്ട് നീ മൂവ് ചെയ്യുമ്പോൾ ഇരുളിന് നിൻ്റെ കുടുംബത്തെന്നല്ല, നിൻ്റെ ടെറിട്ടറിക്കകത്ത് സ്ഥാനമില്ല. ഇത് നീ ഡിക്ലെയർ ചെയ്യണം. ഞാൻ വെളിച്ചത്തിൻ്റെ കൂടെയാണ് നടക്കുന്നത്. വെളിച്ചത്തിൻ്റെ സ്വഭാവമുണ്ട് കേട്ടോ, ഇരുളിൻ്റെ സ്വഭാവമുണ്ട് കേട്ടോ. ഇരുളിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? ഇരുളിൽ നടക്കുന്നതിന് എവിടെ പോകുന്നതിന് അവൻ അറിയത്തില്ല. തപ്പിത്തടഞ്ഞാൽ പോകുന്നത്, അവനൊരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തത്. അതാ ഇരുളിൻ്റെ സ്വഭാവം. ഇരുളിൽ നടക്കുന്നതിൻ്റെ സ്വഭാവം അതാ. പക്ഷേ വെളിച്ചത്തിനൊരു സ്വഭാവമുണ്ട്.
എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ 10-ാമത്തെ വാക്യം പറയാം, സകല സൽഗുണങ്ങളും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പം ഇരുളിനും ഫലമുണ്ട്, വെളിച്ചത്തിനും ഫലമുണ്ട്. ഇരുൾ നടക്കുന്നവനും പറയുക അവൻ എവിടെ പോകുന്നോ എങ്ങനെ പോകുന്നോ അവൻ അറിയുന്നില്ല. പക്ഷെ വെളിച്ചത്തിനും ഫലമുണ്ട്. വെളിച്ചത്തിൻ്റെ ഫലം എന്താ? സൽഗുണമുണ്ടാകും, നീതിയുണ്ടാകും, സത്യമുണ്ടാകും. ഇതൊക്കെയാണ് വെളിച്ചത്തിൻ്റെ ഫലം. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം, നിങ്ങൾ ഏത് ഫലത്തിലാണ്. നിങ്ങൾ ഇരുളിൻ്റെ ഫലത്തിലാണോ നിൽക്കുന്നത്, വെളിച്ചത്തിൻ്റെ ഫലത്തിലാണോ നിൽക്കുന്നത്? നിങ്ങൾക്കിന്ന് തീരുമാനിക്കാം. നിങ്ങൾ ഇരുളിൻ്റെ ഫലത്തിലാണെങ്കിൽ ഒറ്റ നിമിഷം നിങ്ങൾ പറഞ്ഞാൽ മതി, കർത്താവേ, ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവേ, എന്നിലൊന്ന് വസിക്കണമേ. 100% നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എവിടെ ഇരുന്ന് കേട്ടാലും ഈ വെളിച്ചം നിന്നെ തേടിയെത്തും. അതിനാ 1-ാം അധ്യായം നമ്മൾ വായിച്ച്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. നീ ഒറ്റ കാര്യം, എഴുന്നേൽക്കുക. കാരണം നിൻ്റെ മൂവ് ചെയ്യിക്കാൻ ആൾ വന്നിട്ടുണ്ട്. നീ ചെയ്യേണ്ട ഒറ്റ കാര്യം, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിനക്ക് സ്വയമേ പ്രകാശിക്കാനൊക്കത്തില്ല, പക്ഷേ ലോകത്തിൻ്റെ വെളിച്ചമായവൻ നിൻ്റെ ഉള്ളിലുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ ചെയ്യേണ്ട ദൗത്യം നീ ചെയ്യാൻ റെഡിയാണെങ്കിൽ കർത്താവ് ബാക്കി ചെയ്യാൻ റെഡിയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-46 46-ാം വാക്യം പറയാം, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുൾ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. കേട്ടോ, യേശു കർത്താവിൽ ആര് വസിക്കുന്നു, അവൻ്റെ വെളിച്ചത്തിൽ ആര് വസിക്കുന്നു, അവർ പിന്നെ ഇരുളിലല്ല നടക്കുന്നത്, വെളിച്ചത്തിലാണ് നടക്കുന്നത്. അവർ ഇരുളിലല്ല വസിക്കുന്നത്, വെളിച്ചത്തിലാണ് വസിക്കുന്നത്. 2 കൊരിന്ത്യർ 4:60 ഇരുളിൽ വെളിച്ചം പ്രകാശിക്കുന്നെന്ന് അരുൾ ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. അപ്പം ഈ ദൈവ തേജസ്സിലാണ് ഹൃദയദൃഷ്ടി നിങ്ങളെ പ്രകാശിക്കുന്നത്. ഇതുവരെ അടഞ്ഞ ഹൃദയമായിരിക്കാം, ഇതുവരെ ഹൃദയം ക്രിസ്തുവിലേക്ക് തുറന്നിട്ടില്ലായിരിക്കാം. ഒരു നിമിഷം നിങ്ങളൊന്ന് നിർത്തി ചിന്തിച്ചാൽ മതി, കർത്താവേ, ഞാൻ ഇതുവരെ എങ്ങനെയാണ് കർത്താവെ ഓടിയത്? ഇരുളിലാണോ വെളിച്ചത്തിലാണോ ഞാൻ യാത്ര ചെയ്തത്? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ ഒറ്റ നിമിഷം മതി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുവാൻ. ഒറ്റ നിമിഷം മതി. എൻ്റെ 2ാമത്തെ മോന് ഭയങ്കര വിക്കായിരുന്നു. ഇതുപോലൊരു TV മിനിസ്ട്രി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അവസാന നിമിഷത്തിൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞു, നാവിൻ്റെ കെട്ടിനെ അഴിക്കുക എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ വൈഫ് അവൻ്റെ തലയിൽ കൈവച്ച് ജസ്റ്റ് ആ TV മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം അടുത്തുള്ള വീട്ടുകാർ പറയാ, ഏബ്ലൂസിൻ്റെ വിക്ക് മാറിയല്ലോ എന്ന്. ഞാൻ പറഞ്ഞത്, ഒരു നിമിഷം മതി ഒരാളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ. ദൈവം എങ്ങനെ വേണം ചെയ്യാൻ റെഡിയാണ്. പക്ഷേ നമ്മുടെ മാനസാന്തരം, മതം മാറാനോ ജാതി മാറാനോ ഒന്നുമല്ല. ഞാൻ പറയും, നിൻ്റെ മനസ്സൊന്ന് ചേഞ്ച് ചെയ്താൽ നിൻ്റെ ലൈഫ് ചേഞ്ച് ആകും. നിനക്ക് വെളിച്ചത്തിൽ നടക്കാനൊക്കും, വെളിച്ചത്തിൽ നിനക്ക് വസിക്കാനൊക്കും. നീ തീരുമാനിക്കേണ്ടത്. നീ ഇതുവരെ എങ്ങനെയാണ് ഓടിയത്? ഇതുവരെ നീ എങ്ങനെയാണ് യാത്ര ചെയ്തത്? ചിലപ്പോൾ ഈ ഒറ്റ നിമിഷം തീരുമാനം കൊണ്ട് നിൻ്റെ തലമുറയായിരിക്കും രക്ഷപ്പെടുന്നത്, നിൻ്റെ കുടുംബമായിരിക്കും രക്ഷപ്പെടുന്നത്, നിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും രക്ഷപ്പെടുന്നത്, നിൻ്റെ ഭാവിയായിരിക്കും രക്ഷപ്പെടുന്നത്. നിനക്ക് തീരുമാനമെടുക്കാം. നിനക്ക് ഇരുളിൽ ജീവിക്കണോ, വെളിച്ചത്തിൽ ജീവിക്കണമോ? വെളിച്ചത്തിലാണെങ്കിൽ നിന്റെ മേൽ വെളിച്ചത്തിൻ്റെ സ്വഭാവം ഉണ്ടാകാം, നിനക്ക് ലക്ഷ്യമുണ്ടാകും, നിനക്ക് ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ടാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒന്ന് ചിന്തിക്കാമോ? ഞാൻ ഏത് മേഖലയിലാണ് യാത്ര ചെയ്യുന്നത്? ഇരുളിലാണോ വെളിച്ചത്തിലാണോ? വെളിച്ചത്തിൻ്റെ ഫലമാണോ എന്നിൽ നിന്ന് പുറത്തു വരുന്നത്, അതോ ഇരുളിൻ്റെ ഫലമാണോ എന്നിൽ നിന്ന് പുറത്തു വരുന്നത്? നിങ്ങൾക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാമോ? റക്കാലാമോ ഷിയാന്തലാദര. എന്നെ കേൾക്കുന്ന രോഗികളായിരിക്കുമെന്ന് ഞാൻ പറയാം, വെളിച്ചം നിങ്ങളുടെ മേൽ അടിച്ചാൽ ഇരുളിന് അവിടെ സ്ഥാനമില്ലെന്നാ. ഈ ലോകത്തിൻ്റെ വെളിച്ചം നിൻ്റെ മേൽ ഉദിച്ചാൽ, ദൈവത്തിൻ്റെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചാൽ രോഗത്തിന് നിൻ്റെ ശരീരത്തിന്മേൽ സ്ഥാനമില്ല. ഹല്ലേലൂയ. വെളിച്ചം നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ വ്യക്തിക്കകത്ത് ഇറങ്ങി നിന്നാൽ ഇരുളിന് അവിടെ സ്ഥാനമില്ലെന്നാണ് പറയുന്നത്. ഗ്യാരണ്ടിയാണ്, സ്ഥാനമില്ലെന്നാണ് പറയുന്നത്. അത് ഏത് വലിയ പ്രശ്നമായാലും, ഏത് വലിയ പ്രതിസന്ധി ആയാലും, ഏത് ഇരുളടഞ്ഞ ജീവിതമായാലും വെളിച്ചം വന്നാൽ നീ തുറന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഈ ചെറിയ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ എത്തിയിരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ എഴുന്നേൽക്കുക. കാരണം നിൻ്റെ സീസൺ ചേഞ്ചായി. ലോകത്തിൻ്റെ വെളിച്ചം നിന്നോട് വസിക്കാൻ ആഗ്രഹിക്കുന്നു.
നിൻ്റെ സീസണെ സ്വർഗം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ എഴുന്നേൽക്കുക, നീ പ്രകാശിക്കുക. ദൈവത്തിൻ്റെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യോഹന്നാൻ 8:12 ഇങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. കണ്ടോ, ദൈവം പറയും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഒരു വ്യക്തിക്കല്ല, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ. എന്തോ വലിയ പ്രിവിലേജാ. അവനെ പിൻപറ്റുന്നവൻ, അവന് ഇരുട്ടിൽ നടക്കാൻ തോന്നത്തില്ലെന്ന്. ഇരുട്ടിൻ്റെ പ്രവർത്തികൾ അവൻ്റെ മേൽ നിന്ന് അഴിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. ആ ഇരുട്ടിൻ്റെ പ്രവൃത്തി എന്തുമായിക്കൊള്ളട്ടെ, നിനക്കൊന്ന് ചിന്തിക്കാമോ? നിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് നിൻ്റെ ലൈഫ് ഓടുന്നത്? നിൻ്റെ ജോലി മേഖല എങ്ങനെയാണ് ഓടുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെയാണ് നിൻ്റെ കുടുംബം ജീവിക്കുന്നത്? ഇരുളിൻ്റെ ലൈഫിലാണോ, വെളിച്ചത്തിൻ്റെ ലൈഫിലാണോ? നിനക്കൊന്ന് ചിന്തിക്കാമോ ദൈവമക്കളെ? ഇതിനകത്തും നിനക്കൊരു ചേഞ്ചസ് വേണമോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇനിയൊരു സാധ്യത എൻ്റെ മുന്നിലില്ല, ഇനി എങ്ങനെ മൂവ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ബ്രദറെ, ഇനി നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കർത്താവ്, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ? പറഞ്ഞോ, ഞാൻ എഴുന്നേക്കാൻ റെഡിയാ കർത്താവേ. ആ ലോകത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ തേജസ് എൻ്റെ മേലൊന്ന് ഉദിക്കട്ടെ. നിങ്ങൾക്ക് വാതുറന്നൊന്ന് പറയാൻ ഒക്കുമോ? ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ കുടുംബത്തിന് മേലൊന്ന് ഇറങ്ങട്ടെ. ആ ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ സഭയുടെ മേലൊന്ന് ഇറങ്ങട്ടെ. ആ ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലൊന്ന് ഉദിക്കട്ടെ. ആ ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ ജോലി മേഖലയൊന്ന് ഇറങ്ങട്ടെ. നിൻ്റെ ബിസിനസ് ബ്ലോക്കായി നിൽക്കുകയാണോ? നിൻ്റെ ബിസിനസ് സ്റ്റക്കായി നിൽക്കുകയാണോ? പറ, ആ ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ ബിസിനസ് മേലൊന്ന് ഉദിക്കട്ടെ. നിനക്ക് വാതിർന്നൊന്ന് ഡിക്ലെയർ ചെയ്യാൻ ഒക്കുമോ? നീ പറഞ്ഞ ആ നിമിഷം ഈ ലോകത്തിൻ്റെ വെളിച്ചം നിൻ്റെ കൂടെ വസിക്കാൻ തുടങ്ങും. ലോകത്തിൻ്റെ വെളിച്ചം നിൻ്റെ കൂടെ വസിച്ചാൽ ഇരുളിന് അതിനെ പിടിച്ചടക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കൂടെ നീ വസിച്ചാൽ ഇരുളിന് നിന്നെ പിടിച്ചടക്കാൻ ഒക്കത്തില്ല. കാരണം വെളിച്ചം വരുമ്പം ഇരുളോടിപ്പോയേ ഒക്കത്തുള്ളൂ. ഇരുൾ നിൽക്കാൻ പറയുക പോലും വേണ്ട, ഇരുളോടിപ്പോയേ ഒക്കത്തുള്ളൂ. അപ്പം നീ വസിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കൂടെയാണ്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമാകാനാ. നിന്നെ ദൈവം വിളിച്ചത് നിൻ്റെ കുടുംബത്തിൻ്റെ വെളിച്ചമാകാനാ. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് വെളിച്ചമാകാനാണ് നിന്നെ വിളിച്ചത്. ഈ ഒരൊറ്റ ബോധ്യം മതി, നിന്നെ ഈ ദിവസങ്ങൾ സ്വർഗം പുറത്തു കൊണ്ടുവരും. ഒന്ന് പറയാനൊക്കുമോ? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യെസ്, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ വെളിച്ചമാണ്. സാധ്യതയൊന്നുമില്ലായിരിക്കാം, സാധ്യതയെല്ലാം അടഞ്ഞെടുക്കുക. പറ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നിങ്ങൾ വാതുറന്നൊന്ന് ഡിക്ലെയർ ചെയ്തേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഒന്ന് ഡിക്ലെയർ ചെയ്തേ, ലോകത്തിൻ്റെ വെളിച്ചമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇരുളേ നിനക്ക് എൻ്റെ കുടുംബത്തിനകത്ത് സ്ഥാനമില്ല. ഓ റാഖാലാമോ ഷിയാന്തലാദര, ഒന്ന് ഡിക്ലെയർ ചെയ്തേ. എനിക്കറിയാം, ചില കുടുംബത്തിൽ ഇരുളുകൾ മാറിപ്പോകുന്ന എനിക്ക് നന്നായിട്ടറിയാം. ഡിമാന ധാരാവോഷസ് യാർദിയാന്തലാദര. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗികളെടുത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. യേശു കർത്താവിൻ്റെ അടിപ്പിലുള്ള സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. റാൽ മൗഷസ് യാർദിയാന്തലാദര ലിഥാറിയാസ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ, ഇനി എങ്ങനെ മൂവ് ചെയ്യുന്നറിയാതെ കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാനൊരു ദൂത് വിളിച്ചു പറയാം, ഇത് നിൻ്റെ ടൈമാണ്. നീ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ദിവസങ്ങളിൽ നീ പുറത്തു വരും. കാരണം ലോകത്തിൻ്റെ വെളിച്ചമാണ് നിൻ്റെ കൂടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത്. ആ ഒരു പ്രത്യേക പർട്ടിക്കുലർ വെളിച്ചമല്ല പറഞ്ഞ്, ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് നിൻ്റെ കൂടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നിൻ്റെ കുടുംബം വെളിച്ചത്തിൽ പുറത്തു വരും. ഇതുവരെ ഇരുട്ടാണോ ഭരിച്ചത്? ഇതുവരെ ഇരുട്ടാണോ അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചത്? പറ, ഇല്ല, ഇരുട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഞാനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഡിക്ലെയർ ചെയ്. റാഖാലാമോ ഷിയാന്തലാദര വൈഡവനഘടകരഗതിയ. യെസ്, വെളിച്ചത്തിൻ്റെ ഫലം നിന്നിൽ നിന്ന് പുറത്തു വരട്ടെ. യെസ്, വെളിച്ചത്തിൻ്റെ ഫലം നിന്നിൽ നിന്ന് പുറത്തു വരട്ടെ ഇന്ന് മുതൽ. ചില കുടുംബത്തിൽ നിന്ന് ഇരുൾ മാറിപ്പോകുന്നൊരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. നിനക്ക് വേണ്ടി സ്വർഗം വലിയവ ചെയ്യും. ഷെയർലി നിൻ്റെ കുടുംബത്തെ കർത്താവ് തൊടുന്നതിനോട് പറയാൻ പറയുന്നു. ഇതുവരെ ഇരുൾ നിറഞ്ഞ കുടുംബമായിരുന്നു നിൻ്റേത്. ഇരുളാണോ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്? ഇല്ല, നിൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ സോറിയാസിസ് പോലെ സ്കിന്നുമായി ബന്ധപ്പെട്ട് ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. റാഖാലാമോ ഷിയാന്തലാദര
അതോ വലിയ സാക്ഷ്യങ്ങൾ പുറത്തു വരുമെന്ന് കർത്താവ്. ലോകത്തിൻ്റെ വെളിച്ചം വന്നാൽ ഇരുളിന് നിൻ്റെ കുടുംബത്തിൽ ഇരിക്കാനൊക്കെ അത് പുറത്തു പോയേ ഒക്കത്തുള്ളൂ. ഹൗറാഖാലാമോ ഷിയാന്തലാധര വൈഡമനഘടകരഗതിയ. യെസ്, ഞാൻ വായിച്ചതിൽ മടങ്ങി വരികയാ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിൻ്റെ ടൈമായി. എഴുന്നേറ്റ് നീ പ്രകാശിച്ചോ. നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എനിക്കതിലും ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിലുള്ളവനാകും എന്ന് പറഞ്ഞു. യോഹന്നാൻ 12:46 പറയാ, എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ എന്നിൽ വസിക്കുന്ന അവന് നിർബന്ധമുണ്ട്. അവനിൽ വസിക്കുന്നവരാരും ഇരുളിൽ വസിക്കരുതെന്ന്. വെളിച്ചത്തിൽ വസിക്കുന്നവരാരും ഇരുളിൽ വസിക്കരുതെന്ന് നിർബന്ധമുണ്ട്. അവൻ പറ, ഇരുളിൽ വസിക്കുന്നവരൊക്കെ വെളിച്ചത്തിൽ വസിക്കാതിരിപ്പാൻ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന്. ഇറക്കാലാമോ ഷിയാന്തലാധര. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇനി നീ ഇരുളിൽ വസിക്കേണ്ട കാര്യമില്ല. ഇരുൾ വിട്ട് നീ പുറത്തു വരികയാണ്. ഇത് നിൻ്റെ സീസണാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ഇത് നിൻ്റെ സീസണാണ്. ഇത് നിൻ്റെ സീസണാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ സീസൺ തുറന്നു കൊടുക്കും. ദൈവം ഓരോരുത്തർക്കും ഓരോ സീസൺ തുറന്നു കൊടുക്കും. ഈ സീസൺ നീ തിരിച്ചറിഞ്ഞ് ഓടിക്കേറിയാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. നോഹ മഴയില്ലാത്ത കാലത്ത് മഴയെക്കുറിച്ച് പ്രസംഗിച്ചു. മഴ വരുന്നതെന്ന് പ്രസംഗിച്ചു. എല്ലാവരും പറയോ ഇവൻ പൊട്ടനാ, ഇവൻ ഭ്രാന്തനാ. പക്ഷേ തൻ്റെ ഭക്തൻ്റെ പ്രസംഗത്തെ മാനിക്കുവാൻ, അതെൻ്റെ ഭാഷയാണ്, 40 രാവും 40 പകലും സ്വർഗം മഴ പെയ്ച്ചെന്ന. നീ ഇത് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നിൽ വസിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ ഇരുട്ടിന് സ്ഥാനമില്ല. നീ ഒന്ന് ഡിക്ലെയർ ചെയ്തേ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയം തന്നെ ഒന്ന് ഡിക്ലെയർ ചെയ്തേ. കുടുംബത്തെ നോക്കി ഒന്ന് ഡിക്ലെയർ ചെയ്തേ. ഇരുട്ടിന് എൻ്റെ കുടുംബത്തിൽ അത് സ്ഥാനമില്ല. കടഭാരത്തിലാണോ നിൽക്കുന്നത്? ആത്മഹത്യയാണോ ഇനി മുന്നിലുള്ളത്? പറ. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലല്ലോ. കടഭാരം നിന്നെ മുക്കിക്കളത്തില്ല. പറ, കടഭാരം എൻ്റെ മുഖത്തില്ല. കാരണം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ വെളിച്ചം നിനക്കുണ്ടെങ്കിൽ നിന്നെ നേർവഴിക്ക് പരിശുദ്ധാത്മാവ് നടത്തും. നേർവഴിക്ക് ഈ വെളിച്ചം നിന്നെ നടത്തും. പറ, കടഭാരമേ, നീ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയൊക്കത്തുള്ളൂ. കാരണം നീ ഇരുട്ടാ. നിനക്കെന്നെ മുക്കിക്കളയാനൊക്കത്തില്ല. ലോകത്തിൻ്റെ വെളിച്ചമായ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഓ റാക്കാലാമ ഷിയാന്തലാധര. കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുന്നില്ലേ? പറ, ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഞാൻ ഇരുളിൽ തപ്പി തടഞ്ഞല്ല പോകുന്നത്. ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഇത് നടന്നേ ഒക്കത്തുള്ളൂ. നിങ്ങൾ ഏത് ഭാരത്താലും, ഏത് പ്രയാസത്താലും, ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നത്, ഒരു നിമിഷം ഇരിക്കുന്നിടത്ത് നിന്ന് പറയാമോ, ലോകത്തിൻ്റെ വെളിച്ചമായവനെ എന്നിലൊന്ന് വസിക്കാൻ പറയാമോ? എന്നിലൊന്ന് വാസം ചെയ്യാൻ നിങ്ങൾക്ക് പറയാമോ? നിങ്ങളത് പറഞ്ഞുകൊണ്ട് 100% ഞാൻ ഉറപ്പ് പറയാം. ഞാനീ പറയുന്ന ദൈവശബ്ദം, ഞാൻ പറഞ്ഞ വ്യക്തി, ഞാൻ ഈ പറഞ്ഞ ആൾ, അയാളുടെ പേര് യേശു എന്നാ. അദ്ദേഹം നിൻ്റെ കൂടെ ഇറങ്ങി നിൽക്കും. യെസ്. ഷിയാന്തലാധര. വെളിപ്പാട് പുസ്തകം 3:20 പറയുക, ആരെൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നതോ, ആര് തോന്നാലും ഞാൻ അവനോട് കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുമെന്ന്. ആരെങ്കിലും ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് തുറക്കുന്നു, അവരുടെ കൂടെ ഇരിക്കുവാൻ ലോകത്തിൻ്റെ വെളിച്ചം റെഡിയായി നിൽക്കുന്നു. ഞാൻ പറയാം, നിങ്ങളിപ്പം 1 സെക്കൻഡിലെ കാര്യമുള്ളൂ. നിങ്ങളിപ്പോൾ ആ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ ഈ ലോകത്തിൻ്റെ വെളിച്ചം നിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇരുട്ടിന് പിന്നെ നിൻ്റെ കുടുംബത്തിൽ നിന്നല്ല, നിൻ്റെ ടെറിട്ടറിക്കകത്ത് സ്ഥാനമുണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പറയുമോ മണിക്കൂറുണ്ടല്ലോ, നിനക്ക് മിനിറ്റുകൾ കൊണ്ട് അറ്റൻ ടൈം മുതൽ നിനക്ക് വ്യത്യാസം അറിയാൻ തുടങ്ങും. നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു അതുപോലെ ഈ ശക്തി വ്യാപരിക്കുന്നത്. അറ്റൻ ടൈം മുതൽ നിനക്ക് വ്യത്യാസം അറിയാൻ ഒക്കും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒക്കുമോ? ഒരു നിമിഷം എൻ്റെ കൂടെ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഒക്കുമോ? കർത്താവേ, ലോകത്തിൻ്റെ വെളിച്ചം എന്നോടൊന്ന് വസിക്കട്ടെ. കർത്താവേ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതം പകുതി വഴിയിലാണോ നിൽക്കുന്നത്? എങ്ങനെ മൂവ് ചെയ്യുന്നറിയത്തില്ല ബ്രദറെ, സ്റ്റക്കായി നിൽക്കുക, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാനൊരു കാര്യം ഉറപ്പ് പറയാം. ഇന്ന് നീ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക. ഈ ലോകത്തിൻ്റെ വെളിച്ചം നിന്നിലൊന്ന് വസിക്കട്ടെ. ഈ ലോകത്തിൻ്റെ വെളിച്ചം നിന്നിൽ വസിച്ചാൽ പിന്നെ നീ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കേണ്ട കാര്യമില്ല.
കറക്റ്റ് വഴി അവൻ നിനക്ക് പറഞ്ഞു തരും. ഒന്ന് പറയാമോ? ലോകത്തിൻ്റെ വെളിച്ചമേ, എന്നിലൊന്ന് വാസം ചെയ്യണം. നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലൊന്നും ആത്മാർത്ഥമായിട്ടൊന്ന് തുറന്നു കൊടുക്കാമോ? ചിലപ്പോൾ അച്ഛനമ്മമാരായിരിക്കും എന്നെ കേൾക്കുന്നത്. നിങ്ങൾ തുറന്നു കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ ഭാവി ക്രിസ്തുവേശുവിൽ ഭദ്രമായി തീരും. ഭാര്യമാരായിരിക്കും എന്നെ കേൾക്കുന്നത്, ഭർത്താക്കന്മാരായിരിക്കും എന്നെ കേൾക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണേലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് കർത്താവ് അത്ഭുതം ചെയ്യുന്നത് കാണാനൊക്കും. ഞങ്ങളിത് കണ്ടുകൊണ്ടാണ് പറയുന്നത്. 100 സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരാനൊക്കും. യേശു കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തത്. യേശു കർത്താവ് ഒരു മതത്തിൻ്റെ ദൈവമല്ല, അവൻ ഭൂലോകത്തിൻ്റെ ദൈവമാണ്, മുഴു ലോകത്തിൻ്റെ ദൈവമാണ്. അവൻ സ്നേഹം കൊടുത്തായി മുഴു ലോകത്തെ അവൻ നേടിയത്. സ്വന്തം പുത്രനെ കൊടുത്തിട്ടായി മുഴു ലോകത്തെ അവൻ നേടിയത്. എന്നെയും നിന്നെയും ആക്കി വെച്ച ദൈവമാണെങ്കിൽ അവന് നിർത്താൻ അതിനകത്ത് പദ്ധതിയുണ്ട്. ഒന്ന് പറയാനൊക്കുമോ? യെസ്, ഞാൻ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് നിനക്ക് വേണ്ടി തുറക്കുന്ന കർത്താവേ, എൻ്റെ വീടിൻ്റെ വാതിൽ നിനക്ക് വേണ്ടി ഞാൻ തുറക്കുന്ന കർത്താവേ, ലോകത്തിൻ്റെ വെളിച്ചം എന്നിലൊന്ന് വാസിക്കട്ടെ. ലോകത്തിൻ്റെ വെളിച്ചം എന്നിലൊന്ന് വാസം ചെയ്യട്ടെ. ലോകത്തിൻ്റെ വെളിച്ചം നിന്നിൽ വസിച്ചു കഴിഞ്ഞാൽ നിനക്കെതിൻ്റെ മേൽ വാഴുവാനൊക്കും. ലോകത്തിൻ്റെ വെളിച്ചം നിന്നെ മേൽ വസിക്കാൻ തുടങ്ങിയാൽ ഇതുവരെ നിന്നെ ഭരിച്ചുകൊണ്ടിരുന്നതിൻ്റെ മേൽ നിനക്ക് വാഴുവാനൊക്കും. കാരണം അത് ലോകത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ തേജസ്സാണ് നിൻ്റെ മേൽ ഉദിക്കുന്നത്. ദൈവത്തിൻ്റെ തേജസ് മേൽ ഉദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നിന്നെ ഏതാ ഭരിച്ചുകൊണ്ടിരുന്നത് അതിന്മേൽ നിനക്ക് വാഴുവാനൊക്കും. ഹല്ലേലൂയ. ഇതുവരെ നീ വീണാ ജീവിച്ചെങ്കിൽ ഇനി നിനക്ക് അതിൻ്റെ മേൽ വാഴുവാനൊക്കും. ഫാദർന്ന് പറയാം, കർത്താവേ എനിക്ക് ചിലതിൻ്റെ മേലൊന്ന് വാഴണം കർത്താവേ. ഇതുവരെ ഞാൻ തോറ്റാ ജീവിച്ചത് കർത്താവേ, ഇതുവരെ വീട്ടിൽ തപ്പിത്തടഞ്ഞാൽ ഞാൻ ജീവിച്ചത് കർത്താവേ. ഇനി മുതൽ എനിക്ക് ലൈഫിലൊന്ന് വാഴണം കർത്താവേ. കാരണം ലോകത്തിൻ്റെ വെളിച്ചമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കൈവച്ചു. റഖലമോ ഷിയാന്തലാദര വൈഡമനഗടകരഗതിയ. ഇന്നത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് ബ്ലോക്കായി നിൽക്കുന്ന ചില മേഖല പരിശുദ്ധ തുറക്കുന്നതിനുള്ള പറയുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ചിലർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനോട് പറയാൻ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അത്ഭുതം ചെയ്യുന്നു. റാൽ വോയിഷസ്യ അടഞ്ഞ ഡോറുകളാണോ? ഞാനിപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്നെ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തിൻ്റെ വെളിച്ചം. യെസ്, ഇനി നീ ഇരുട്ടിൽ നടക്കേണ്ടവരല്ല, വെളിച്ചത്തിൽ സഞ്ചരിക്കേണ്ടവരാ. വെളിച്ചം വന്ന ഇരുളിൽ ആ കുടുംബത്തിൽ സ്ഥാനമില്ലെന്നാ. നിൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണ വിഷയമാണോ? ഇപ്പോൾ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ രോഗത്തിൻ്റെ വിഷയം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ മദ്യപാനത്തിൻ്റെ വിഷയമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഒരു നിമിഷം കേട്ടാൽ ദൂതിന് മുന്നിൽ നിങ്ങൾക്ക് ഏൽപ്പിക്കാമോ? ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഇനി ഇരുളിന് എൻ്റെ കുടുംബത്തിനകത്ത് സ്ഥാനമില്ല. ഒന്ന് ഡിക്ലെയർ ചെയ്യാമോ? ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ കൂടെ ഇരിക്കും, ഇനി ഇരുളിന് എൻ്റെ കുടുംബത്തിനകത്ത് സ്ഥാനമില്ല. ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഇനി ഇരുളിന് എൻ്റെ ഭർത്താവിൻ്റെ മേൽ സ്ഥാനമില്ല. ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഇനി എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മേൽ ഇരുളേ നിനക്ക് സ്ഥാനമില്ല. ഡാഡി, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വെളിച്ചത്തിൻ്റെ ഫലം ഈ കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതുവരെ അവർ ഏതെല്ലാം മേഖലയ്ക്കകത്ത് ബ്ലോക്കായി നിന്നോ, സകല മേഖലയ്ക്കകത്തും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലി സംബന്ധമായി ഭാരപ്പെട്ടെന്നെ കേൾക്കുന്ന സകല വ്യക്തികളുടെ മേലും അസാധാരണ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യങ്ങളുടെ ഫോൺ കോളുകൾ ഞങ്ങൾക്കുണ്ടാകുന്നതിനായി സ്തോത്രം ഡാഡി. റാഖലാമോ ഷെയാന്തലാ. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഇനി എങ്ങനെ മൂവ് ചെയ്യുന്ന അങ്ങനെ ഇരിക്കുന്ന കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. വർഷങ്ങളായി 3-4 വർഷമായി പ്രാർത്ഥിക്കുന്നു, ഇതുവരെ ഒരു മൂവ് നടന്നിട്ടില്ല. എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുവരെ ഇരുട്ടില്ല സഞ്ചരിച്ചത്. നിങ്ങളോട് ഞാൻ ദൂത് വിളിച്ചു പറയാം. നീ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നു കൊടുത്തോ. ലോകത്തിൻ്റെ വെളിച്ചം നിന്നിൽ വസിക്കാൻ റെഡിയാകുന്നു. ഈ ലോകത്തിൻ്റെ വെളിച്ചം നിൻ്റെ മേൽ വസിച്ചാൽ നീ പുറത്തു വരും. നിനക്കവൻ വഴികാട്ടിയായിട്ട് കൂടെ നിൽക്കും. ഡാഡി, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മുമ്പിലായി ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ.
പരിശുദ്ധാത്മാവിൻ്റെ കരം തൻ്റെ മകളമേൽ ചലിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അടഞ്ഞ വഴികൾ തുറക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഡോറുകൾ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്തെ വെളിച്ചത്തിൻ്റെ ഫലം ഇവരിൽ നിന്ന് പുറത്തു വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ജോലിയുമായി ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണ ബ്രേക്ക് ത്രൂ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അസുഖമായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തെ കരം വെച്ചോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ രോഗാത്മനോട് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ അൺലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുത സൗഖ്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കുന്നു കർത്താവേ. സ്വർഗ്ഗം അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞു, നീ വെളിച്ചത്തിൻ്റെ കൂടെയാണ് വസിക്കുന്ന. വെളിച്ചത്തിൻ്റെ ഫലം നിന്നിൽ നിന്ന് പുറത്തു വരും. അനുഗ്രഹിക്കുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്നു യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ഡാഡി. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നല്ല സൗഖ്യങ്ങൾക്കായി സ്തോത്രം. സൗഖ്യം ഞങ്ങളെ വിളിച്ചറിയിക്കണം. കർത്താവ് നിങ്ങളെ ധാരാളം മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.